2026 ജൂലൈ 16 സിറാജ് എഡിറ്റോറിയൽ. ജയിൽ സത്യപ്രതിജ്ഞ, ജനാധിപത്യ അപജയം. വിയ്യൂർ ജയിലിലെ ലൈബ്രറി ഹാളിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രഥമ ദൃഷ്ട്യാ ഭരണഘടനാപരമായ നടപടിക്രമമായി ന്യായീകരിക്കാമെങ്കിലും യഥാർത്ഥത്തിൽ അത് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന അതീവ ഗുരുതര ധാർമ്മിക പ്രതിസന്ധിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. കുപ്രസിദ്ധ കുറ്റവാളികൾക്കും ഗുണ്ടകൾക്കും ചുമത്തുന്ന കാപ്പ വകുപ്പ് ചാർത്തി തടങ്കലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ ആർ സുഗതനാണ് ജയിലിനുള്ളിൽ വെച്ച് ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ജനവിധി തടയാനാകില്ലെന്ന ഹൈക്കോടതി നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഈ അപൂർവ ചടങ്ങ് സാങ്കേതികമായി നിയമത്തിന്റെ പരിധിയിൽ വരുന്നതെങ്കിലും ജനാധിപത്യ മര്യാദകൾക്കും രാഷ്ട്രീയ ധാർമ്മികതയ്ക്കും കേവലമായ പൊതുനീതിക്കും നിരക്കാത്തതാണ്. ജയിൽവാസത്തിനിടെ തടവുപുള്ളി ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കേരളത്തിൽ ഇതാദ്യമാണെങ്കിലും നേരത്തെ മറ്റു പല സംസ്ഥാനങ്ങളിലും നടന്നിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ. ദേശീയ സുരക്ഷാ നിയമപ്രകാരം അസമിലെ ജയിലിൽ കഴിയുകയായിരുന്ന അമൃതപാൽ സിംഗ് 2024 പഞ്ചാബിലെ ബദൂർ സാഹിബ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തതും തീവ്രവാദ സാമ്പത്തിക സഹായ കേസിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട എഞ്ചിനീയർ റഷീദ് സത്യപ്രതിജ്ഞ ചെയ്തതും തടവു ജീവിത കാലത്താണ്. ഈ കേസുകളിൽ പക്ഷേ തടവുകാരായ ജനപ്രതിനിധികളെ ജയിലിൽ നിന്ന് പാർലമെന്റിലോ നിയമസഭയിലോ എത്തിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്യിച്ചതെങ്കിൽ ഉദ്യോഗസ്ഥർ ജയിലിലെത്തി സത്യപ്രതിജ്ഞ നടത്തിക്കുന്നത് അത്യപൂർവമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുതൽ രാജ്യത്തെ പരമോന്നത സഭയായ പാർലമെന്റ് വരെയുള്ള ജനപ്രതിനിധി സഭകൾ ജനവിശ്വാസത്തിന്റെ പ്രതിരൂപങ്ങളാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ചവരാണ് ഈ സഭകളിലെ ജനപ്രതിനിധികൾ. നാടിന്റെ വികസനത്തിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും ക്രമസമാധാനത്തിനും വേണ്ടി നയം രൂപവൽക്കരിക്കേണ്ടവർ തന്നെ ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പ്രതികളായി ജയിലിൽ കഴിയുമ്പോൾ ഈ സഭകളുടെ വിശുദ്ധിയും അന്തസ്സും ചോദ്യം ചെയ്യപ്പെടുന്നു. രാഷ്ട്രീയ ശുദ്ധീകരണത്തെക്കുറിച്ചും അഴിമതിയും ക്രിമിനൽ പശ്ചാത്തലവുമില്ലാത്ത ഭരണത്തെക്കുറിച്ചും നിരന്തരം വാചാലരാകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. ഇന്ത്യൻ നിയമ വ്യവസ്ഥയുടെയും ഭരണഘടനയുടെയും അടിസ്ഥാന തത്വമനുസരിച്ച് ഒരു വ്യക്തി കുറ്റവാളിയാണെന്ന് അന്തിമമായി വിധിക്കപ്പെടുന്നതുവരെ നിരപരാധിയാണ്. നിലവിലെ ജനപ്രതിനിധി നിയമപ്രകാരം 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെടാത്ത ഏത് വ്യക്തിക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ജനങ്ങൾ തിരഞ്ഞെടുത്താൽ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കാനുമുള്ള അവകാശമുണ്ട്. ഈ അവകാശത്തെയും ആ മണ്ഡലത്തിലെ വോട്ടർമാരുടെ വിധിയെഴുത്തിനെയും മാനിച്ചാണ് കോടതികൾ ഇത്തരം സത്യപ്രതിജ്ഞകൾക്ക് അനുമതി നൽകേണ്ടി വരുന്നത്. എന്നാൽ ഇന്ത്യൻ നിയമമനുസരിച്ച് ശരി എന്ന് സ്ഥാപിക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം ധാർമ്മികമായി ശരിയാകണമെന്നില്ല. ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയെ മാത്രം ബാധിക്കുന്ന വ്യക്തിഗതമായ ഒരു പ്രശ്നമായി ചുരുക്കി കാണാവതല്ല ഇത്തരം സംഭവങ്ങൾ. കൊടും കുറ്റവാളികൾ ജനപ്രതിനിധികളായി വരുന്നത് സമൂഹത്തിന് മോശമായ സന്ദേശം നൽകാൻ ഇടവരുത്തും. ഏത് ക്രിമിനലിനും വന്നുചേരാനും വിലസാനും പറ്റുന്ന ഇടമാണ് രാഷ്ട്രീയമെന്നു വന്നാൽ രാഷ്ട്രീയത്തിന്റെ അപജയത്തെയാണ് അത് അടയാളപ്പെടുത്തുന്നത്. ജനാധിപത്യത്തിന്റെ മഹത്വവും തിളക്കവും അക്ഷരത്തിലല്ല, ധാർമ്മികതയിലാണ്. അത് നഷ്ടപ്പെട്ടാൽ ഭരണഘടനയുടെ സംരക്ഷണം ഉണ്ടായാലും ജനവിശ്വാസം നഷ്ടമാകും. രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രശ്നമാണ് രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണം. ബൂത്തുകൾ പിടിച്ചെടുക്കാനും വോട്ടർമാരെ ഭീഷണിപ്പെടുത്താനും രാഷ്ട്രീയ പാർട്ടികൾ ക്രിമിനലുകളുടെ സഹായം തേടിയതോടെയാണ് ഇതിന് തുടക്കം. പിൽക്കാലത്ത് അത്തരം ക്രിമിനലുകൾ നേരിട്ട് സ്ഥാനാർത്ഥികളാകാൻ തുടങ്ങി. കൊലപാതകം, ബലാത്സംഗം, അക്രമം തുടങ്ങി ഗുരുതര കുറ്റകൃത്യങ്ങൾ ചുമത്തപ്പെട്ടവർ പോലുമുണ്ട് ഇന്ന് ജനപ്രതിനിധികളിൽ. ഇത്തരക്കാരെ മാറ്റി നിർത്തി സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനുള്ള രാഷ്ട്രീയ ധാർമ്മികതയും ഇച്ഛാശക്തിയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും കാണിക്കുന്നില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇന്നാവശ്യം നിയമപരമായി സാധുവായ രാഷ്ട്രീയമല്ല, ധാർമ്മികവും സംശുദ്ധവുമായ രാഷ്ട്രീയമാണ്. ഭരണഘടന മുൻവച്ച മിനിമം യോഗ്യതകളേക്കാൾ ഉയർന്ന പൊതു മാനദണ്ഡങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നേതൃത്വങ്ങളും സ്വീകരിക്കേണ്ടതുണ്ട്. ഗുരുതരമായ ക്രിമിനൽ ആരോപണങ്ങളോ സാമൂഹികമായി മോശം സന്ദേശം നൽകുന്ന സാഹചര്യങ്ങളോ ഉള്ളവരെ പൊതുപദവികളിലേക്ക് മത്സരിപ്പിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ ആർജവം വളർന്നു വരേണ്ടതുണ്ട്. ജയിലിൽ
ജയിലിൽ അടക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ജനപ്രതിനിധി എന്ന നിലയിൽ തങ്ങളുടെ ഉത്തരവാദിത്വം എത്രത്തോളം നിർവഹിക്കാനാകും? നിയമനിർമ്മാണ സഭകളിലോ തദ്ദേശ സ്ഥാപന കൗൺസിൽ യോഗങ്ങളിലോ സന്നിഹിതനാകാനോ വോട്ടെടുപ്പുകളിൽ പങ്കെടുക്കാനോ അയാൾക്ക് സാധിക്കില്ല. സ്വന്തം മണ്ഡലത്തിലെയോ വാർഡിലെയോ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് നേതൃത്വം നൽകാനും ജനങ്ങളുടെ പരാതികൾ കേട്ട് പരിഹാരം കാണാനുമാകില്ല. ഈ വസ്തുതകളെല്ലാം അറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ക്രിമിനലുകൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകുന്നത് വോട്ടർമാരോടുള്ള വഞ്ചനയും ജനാധിപത്യത്തോടുള്ള അപമര്യാദയുമാണ്. ജയിലുകൾ ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാവേദികളായി മാറുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് മാനഹാനിയാണ്.